പ്രിയപ്പെട്ടവരെ നമസ്കാരം. സരിതയും ക്രിസ്റ്റിയും നമ്മുടെ വീടിൻ്റെ ബാക്കിൽ ഒരു ഗംഭീരമായ ഒരു പാചകം ചെയ്യാൻ പോകുന്നു കേട്ടോ. ചിക്കൻ്റെ വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് ഇങ്ങനെ വാരി വാരി തിന്നാനും മുതിർന്നവർക്ക് ടച്ചിങ്സിനായിട്ട് ഉപയോഗിക്കാൻ പറ്റിയത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ചിക്കൻ്റെ 2 വിഭവങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് കേട്ടോ. സമയം രാത്രി. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ചിക്കൻ ഭയങ്കര ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള മമ്മു പറഞ്ഞില്ലേ ഉറുമ്പിന്റെ മുട്ട പോലെ അമ്മ ഉണ്ടാക്കുന്നു, അത്രയും ചെറുതാക്കിയിട്ട്. അതെ, ഇതാണ് ഈ ഉറുമ്പിന്റെ മുട്ട. ഇത് ശരിക്കും ഇത് കുറച്ച് വലുതാക്കിയിട്ടുണ്ട് ഇപ്രാവശ്യം, ഇതിനേലും ചെറുതാക്കിയിട്ടുണ്ടോ? അതെ, തീർച്ചയായിട്ടും. അല്ല, അങ്ങനെ പറയരുത്. ഈ സൈസിലേലും ചെറുതായി ഞാൻ എടുക്കാറ്. അതിങ്ങനെ കത്രിക വെച്ചിട്ട്, മീൻ കട്ടിയുടെ കത്രിക വെച്ചിട്ട് അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ കൊണ്ടുവന്ന് കഴിയുമ്പോൾ അതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യും, ഈ നെട്ട് ബോൾട്ടിനുള്ള സാധനങ്ങള് അതെടുത്തിട്ട് പിന്നെ കുറച്ച് നല്ല പീസസ് എടുക്കും. എന്നിട്ട് അത് വെച്ചിട്ട് കഴുകിയിട്ട് മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കിട്ടുമല്ലോ, എളുപ്പപ്പണി. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത എളുപ്പപ്പണി പറഞ്ഞോ. ഇപ്പൊ ഇത്രയും ചിക്കനാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിൽ 2 തരത്തിൽ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് 2 ഇതാക്കി. അതായത് മൊത്തം ബോൺലെസ് ആണ്, ഇതും ബോൺലെസ് തന്നെ. പക്ഷെ ഇതില് മറ്റേ നമ്മുടെ ഇതൊക്കെ ഇല്ലേ, ലിവറും മറ്റേ സാധനങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഒരെണ്ണത്തില് സവാള ഇടുന്നുണ്ട്, ഇതില് സവാള ഇടുന്നില്ല. അല്ല സോറി, ഇതില് സവാള ഇടുന്നുണ്ട്, ഇതില് സവാള ഇടുന്നില്ല. അപ്പൊ സവാള ഇടുന്നതില് ഞാൻ നാരങ്ങ ഒഴിക്കുന്നില്ല, സവാള ഇടാത്തതില് നാരങ്ങ ഒഴിക്കണം, അത്രേ ഉള്ളു. അപ്പൊ ഫസ്റ്റ് ഞാൻ ഇത് എടുക്കുന്നുണ്ട്. ഇത് ഫസ്റ്റ് ഞാൻ അതിലേക്ക് വേണ്ട സാധനങ്ങളാണിത്. അയ്യോ, അരിയാണല്ലേ? ചതക്കാണ്, അരിയണ പരിപാടി എന്റെ ലിസ്റ്റിലില്ല. ഇഞ്ചി ഇത്ര എടുത്തിട്ടുണ്ട്, ചെറുനാരങ്ങ, ചെറിയ ചെറുനാരങ്ങയാണ്, അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ അവിടെ നിന്ന് കുറച്ചിട്ടാ. പിന്നെ ഇത്രക്കുണ്ട് വെളുത്തുള്ളി. ഇത് നന്നായി ചതച്ചെടുക്കണം. ഇഞ്ചി വേണം. ഇത് ഈ പാത്രത്തിലുള്ള എല്ലാതും. ഈ ഒരു കുറച്ച് ചിക്കനിലേക്ക് ഇത് മൊത്തം ചതച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ച് സംഭവം കഴിച്ചു. അപ്പൊ ഇത് ഫസ്റ്റ് 2ഉം ചതച്ചെടുക്കാനുള്ള പരിപാടി. അപ്പൊ ചതക്കട്ടെ. തീ കത്തിച്ചു. രണ്ടെണ്ണം ഒരേ സമയം. അപ്പൊ ഇത് കത്തിച്ചു കേട്ടാ, ഇത് കത്തിച്ചു. ഒരു കുഞ്ഞ ചെറുനാരങ്ങ ആയതുകൊണ്ട്. അപ്പൊ നമ്മള് ബോൺലെസ് ആയിട്ട് എടുത്തതിലേക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുകയാണ്. രണ്ടും പറഞ്ഞ പോലെ ബോൺലെസ് തന്നെയാണ്. മറ്റേല് കൊറേ സാധനങ്ങളൊക്കെ ഉണ്ട്, കണ്ട അതില് കാണുമ്പോ തന്നെ അറിയാലോ. കുരുപ്പെടാണ്ട് നമ്മള് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുകയാണ് കേട്ടാ. കുഞ്ഞു നാരങ്ങ കയ്യിലേക്ക് കുറച്ച് പെടാം. അപ്പൊ കുരു പെടാണ്ട് നമ്മള് ചെറുനാരങ്ങ ഒഴിച്ചു. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി നല്ലോണം വേണം കേട്ടോ, ഒരു പിശുക്കും കാണിക്കേണ്ട, നല്ലോണം എടുക്കണം. ചതച്ചത് അതായത് 2ലേക്കും കൂടിയിട്ട് നമ്മള് 3 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രക്ക് എടുക്കണേന് തന്നെ 1.5 കുടം വെളുത്തുള്ളി വേണം കേട്ടാ. പിന്നെ വലിയ 2 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഉപ്പ്, മുളക് പൊടി, ഗരം മസാലപ്പൊടി കുറച്ച് കൂടുതലുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ആവശ്യം. ഇത് എളുപ്പം പണി കഴിക്കാനുള്ള പരിപാടിയാണ് അല്ലേ, വളർത്തലും പിടിക്കലൊന്നും ഇല്ല. ഇതിനി നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊന്നും ഇതാക്കാം. നമുക്കൊരു ബൗളിലിട്ടാണ് ഉപ്പിട്ടു ഒന്ന് തിരുമ്മി കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്കൊന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടും കിട്ടും. ഉള്ളിലേക്ക് നമ്മള് അങ്ങനെ വെക്കുന്നില്ലല്ലോ, അപ്പൊ തന്നെ. ഇത് ഇനി വെക്കലൊന്നും ഇല്ല കേട്ടാ, അത് മറ്റേ എന്താ പറയാ, മാരിനേറ്റ് ചെയ്ത് വെക്കലൊന്നും ഇല്ല, കൈയോടെ നമ്മൾ ചെയ്യാൻ പോകണം. ചൂടായതല്ലേ? ചൂടായി, എണ്ണ ഒഴിച്ചു. ചൂടായി നമ്മളതിലേക്ക്. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അധികം എണ്ണയുടെ ആവശ്യമില്ല. മതി. ഇനി നമുക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ എണ്ണ ഒരു ഇതായിട്ടുണ്ട്, ഇതിലേക്ക് ഇടാണ്. ചിക്കൻ നമ്മളിപ്പോ ഒരെണ്ണം വാങ്ങിക്കുമ്പോ അതിൽ നിന്ന് കുറച്ച് എണ്ണം നല്ല മാംസമുള്ള പീസിൽ നിന്ന് ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്തിട്ട് കുട്ടികൾക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാം അല്ലേ? ഇനി വേപ്പിന്റെ ഇല ഇടോ? വേപ്പിന്റെ ഇല ഇതിലിടും. ഇടില്ലേ? ഇതിലൊരു കതിർപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ടാണ് ബാക്കി. ഇതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണ്ടല്ലോ? വേണ്ട, ഒന്ന് ഇളക്കിയിട്ടിട്ട് സിമ്മിലിട്ടോ. ചൂടാവൊന്നും വേണ്ട, നേരെ സിമ്മിലിടാം. സിമ്മിലിട്ടോ. സിമ്മിലിടാന്ന് വെള്ളമിറങ്ങി അത് ഡ്രൈ ആയിട്ട് വരണം. ഇനി രണ്ടാമത്തെ സെറ്റില് അതിനേക്കാളും കൂടുതലായിട്ട് ഇട്ടേക്കുന്നത് നേരത്തെ പറഞ്ഞല്ലോ, ലിവർ, അതിന്റെ കക്കാമരന്റെ ഹാർട്ട്, ആ പോർഷൻസ് ഒക്കെ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ ഇത്ര ഐറ്റംസ്.
അതിലിടാത്തതായിട്ട് 2 സബോള ഉണ്ട്. പിന്നെ ഇതില് ചെറുനാരങ്ങയില്ല, അതില് ചെറുനാരങ്ങയുണ്ട്, ഇതില് ചെറുനാരങ്ങയില്ല. ഇതില് സബോള ഉണ്ട്, ഇതില് സബോള ഇല്ല. അപ്പൊ ചേച്ചി അരിഞ്ഞോ? അതിലുണ്ട്, ഇതിലില്ല. ഏതാണെന്ന് പറയാമോ? ചേച്ചി അരിഞ്ഞോ, ഞാൻ ചതയ്ക്കാം. ശരി. ഇതിനി പൊടി പൊടിയായിട്ട് അരിയണ്ടേ? ആദ്യം ചേച്ചി നീളത്തിലോ എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞോ. കുറച്ച് സമയമായി ഇതിപ്പോ സിമ്മിലിട്ടിട്ട് കണ്ടത്. ഇന്ന് വെള്ളം ഇറങ്ങി തുടങ്ങി. അപ്പൊ നമ്മളിങ്ങനെ ഇളക്കിടാം അല്ലേ? ഇളക്കിയിട്ട് വീണ്ടും അതേപോലെ തന്നെ. മൂടിയിടൊന്നും വേണ്ട അല്ലേ? എന്താ ചേച്ചി? മൂടിയിടൊന്നും വേണ്ടല്ലോ. അത് മൂടിയിടണ്ട, അത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അത് ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരാം. ഇതിൽ തീ ഒന്ന് കൂട്ടിയിട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പൊ വെള്ളം ഇറങ്ങിയതൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിലെ വെള്ളം പോയിട്ട് ഇതിലെ നെയ്യും അതാണ് ഇറങ്ങിക്കൊണ്ടിരിക്കണം. ഇത് അടച്ചു വെക്കരുത്, തുറന്നിട്ട് തന്നെ വേവിക്കണം. ഇനി ഓപ്ഷനിൽ വേണമെങ്കിൽ ഓയിൽ കൂടുതൽ ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം, പക്ഷെ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. അപ്പൊ നമ്മളിനി അടുത്ത ചിക്കൻ ചെയ്യാൻ പോവാണ് കേട്ടോ, അപ്പുറത്തെ അടുപ്പില്. അതെന്തൊരു ചെയ്യണം? എണ്ണ ഒഴിച്ചിട്ടാ. അതെ. അപ്പൊ അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിക്കുന്നു. ഇത് നോൺ സ്റ്റിക്കിന്റെ പാത്രമല്ല, അതുകൊണ്ട് ചിലപ്പോൾ വെളിച്ചെണ്ണ കൂടുതൽ മതി. ഇത്ര മതി കേട്ടോ വെളിച്ചെണ്ണ. എന്നിട്ട് ഇതിടും ഇഞ്ചി, സവാള, വെളുത്തുള്ളി. ഇത് ഇങ്ങനെ കൂട്ടിത്തിരുമ്പണ പരിപാടിയൊന്നും ഇല്ല, ഇതൊക്കെ ഇടും. അപ്പൊ ഇതില് ഈ 2 കുഞ്ഞു സവോള അരിഞ്ഞതും പിന്നെ 1.5 കുടം തന്നെ വെളുത്തുള്ളി. സവോള വേണമെങ്കിൽ കൂടുതൽ എടുക്കാം, ചിക്കൻ വേണമെങ്കിൽ കുറയ്ക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം. കാരണം കറി കുറച്ച് കൂടുതൽ ഉണ്ടാവണം എന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ സവോളയുടെ എണ്ണം കൂട്ടിയിട്ട് ചിക്കൻ്റെ പീസ് കുറയ്ക്കാം, എങ്ങനെ വേണമെങ്കിൽ ആക്കാം. ഇതൊന്ന് വഴങ്ങുന്നത്. അപ്പൊ അതാണ് സിമ്പിൾ. ശരിക്കും ഒക്കെ നേരെ കൂട്ടി തിരുമ്പിയാണ്ട് വെച്ചാൽ മതി. ഇത് ഒറ്റയടിക്ക് ഇങ്ങനെയാ, പക്ഷെ ഇത് വെന്ത് വരാനൊന്ന് സിമ്മിലിട്ട് ചെയ്യുന്നതാണ് അതിന്റെ ഒരു ടേസ്റ്റ് വരുന്നത്. ഇത് ഒന്ന് തട്ടിപ്പൊത്തി നമുക്ക് ശരിയാക്കണം. അതെ, നന്നായിട്ട് പാടണം. അതെ, ഒന്ന് വാടിയാൽ മതി അല്ലേ? ഇനി അതിലേക്ക് ഒന്ന് ആയി കഴിയുമ്പോൾ മസാല ഇടാം. ഇതൊന്ന് അടുപ്പുകളല്ല, പാത്രങ്ങൾ 2 അങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടാ. ഇത് വലിയ അടുപ്പായതുകൊണ്ട് അത് പെട്ടെന്ന് പണി കിട്ടുന്നുണ്ട്. ഇതും വലിയ അടുപ്പ് തന്നെയാട്ടാ, പക്ഷെ അതിനേക്കാളും വലുത്. ചെറുതാ. ഇതൊരു മീഡിയം, ഇത് വളരെ ചെറുത്. അതാണ് ഏറ്റവും വലുത്. തീ വേണമെങ്കിൽ കുറയ്ക്കാം, സിമ്മിലിടാം. ഈ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് കൊണ്ടേ അതിങ്ങനെ അടിയിൽ ഇങ്ങനെ പിടിക്കും. നമുക്ക് മഞ്ഞൾപ്പൊടി ഇടുന്നു. അപ്പൊ ഇങ്ങനെ വല്ലാണ്ട് വാടിയിട്ടൊന്നുമില്ല കേട്ടാ, ജസ്റ്റ് ഒന്ന് കുറച്ച് സമയമായിട്ടുള്ളൂ. മുളക് പൊടി, ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ സെയിം അല്ലേ? ഗരം മസാലപ്പൊടി, ഉപ്പ്, ഇനി നമ്മുടെ ചിക്കൻ. അപ്പൊ ഇത് അധികം വഴറ്റാനൊന്നും നിക്കണ്ട അല്ലേ? ഇതേ പറയില്ല, എളുപ്പമാണത്. ഇത് ഭയങ്കര എളുപ്പം തന്നെ ഇതും. കാരണം കൊറേ സമയത്ത് വഴറ്റാനും വാടാനും ഗോൾഡൻ ബ്രൗൺ ആവാനും നിക്കണ്ട. അത് പെട്ടെന്ന് നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഒരു 10 മിനിറ്റ് വേണ്ട. ഫുഡ് റെഡിയാക്കി നമ്മൾ പാത്രങ്ങളൊന്നും ആക്കി വരുമ്പോഴേക്കും ഇത് വെന്ത് വരും. ചോറ് പാത്രങ്ങള് വെള്ളമൊക്കെ എടുത്ത് വെക്കുമ്പോഴേക്കും ഇതായിട്ടുണ്ടോ. ഇത് അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ചെറുതാക്കും. ഇതില് കുറച്ചും കൂടി വലുതാക്കി. ഇത് ഈ കറി നമുക്ക് ഇപ്പൊ ഇതിൽ ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയാണ് കൂടുതൽ ഇട്ടേക്കണേ. ഇനിയിപ്പോ അത് വേണ്ട, വേറെ ഫ്ലേവർ വേണമെങ്കിൽ കുരുമുളക് ചോയ്സ് വേണം, പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക്. നമ്മളിപ്പോ ഈ പെപ്പറോ കുരുമുളക് ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവും പറഞ്ഞ പോലെ. അതായത് ഓരോരുത്തർക്ക് ഓരോ ഫ്ലേവർ. ഇതില് കുറച്ച് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഫ്ലേവർ ആയിരിക്കും കൂടുതൽ നിൽക്കുക. കാരണം ഞാൻ ഒത്തിരി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോ അതിന് പകരം അത് കുറച്ചിട്ട് കുരുമുളക് ഇടണമെങ്കിൽ അത് ഓപ്ഷനിൽ ഇടാം, അല്ലെങ്കിൽ പച്ചമുളക് മാത്രമാണെങ്കിൽ അത് ഇടാം. എങ്ങനെ വേണമെങ്കിലും വെക്കാം. കുരുമുളക് പൊടി മാത്രം ഇട്ട് കഴിഞ്ഞാൽ പെപ്പർ ചിക്കൻ ആക്കാം അല്ലേ? കാന്താരി മുളക് ഇട്ട് കഴിഞ്ഞാൽ കാന്താരി ചിക്കനായി. വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണം ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം, വേറെ സ്പെഷ്യൽ സാധനങ്ങൾ. അപ്പൊ ഇതില് സബോള ഇട്ടു, പക്ഷെ ഇതില് ചെറുനാരങ്ങ നീര് ഒഴിച്ചില്ല. അതെന്താ കാരണം എന്ന് ചോദിച്ചാ അതിനാവശ്യം തോന്നിയില്ല. അതിനിപ്പോ ഡിഫറൻഷിയേറ്റ് പറയാനായിട്ട് എനിക്കറിയില്ല. ഇത് വറക്കണതാണല്ലോ, ഏറെക്കുറെ ഡ്രൈ വറക്കുന്നതിൽ വരുന്നതാ, പക്ഷെ അത് റോസ്റ്റ് മോഡലിൽ വരുന്നതാ. പക്ഷെ ഞാൻ അതിൽ തക്കാളി ഇട്ടിട്ടില്ല. അതിന് തക്കാളി ഇടുമ്പോൾ പുളിയുടെ അംശം വരുന്നുണ്ട്, അല്ലാണ്ട് അതിന് വേറൊരു ടേസ്റ്റ്. തക്കാളി ഇടുമ്പോൾ വേറൊരു ടേസ്റ്റ് ആണ്. പുളി ഒഴിക്കുമ്പോഴും ആ ഒരു തക്കാളിയുടെ ഈക്വൽ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ഫ്ലേവർ വരും. ഇത് രണ്ടും ഇല്ലാത്ത, പുളിയുടെ ഒരു അംശം ഇല്ലാത്തൊരു ഫ്ലേവർ ആണ് ഇതിൽ വരാൻ.
അതിന് മൂടി വെച്ചു ചേച്ചി. ഇത് മൂടി വെക്കണം, അത് മൂടി വെക്കണം. ലിവറൊക്കെ വെച്ചിട്ടുള്ള പരിപാടി അല്ലേ? ഇതിന് എന്താ പറയാ? ഇതിനൊന്നും അറിയില്ല. ഇതാണ് അമ്മ പറയാറുള്ള അമ്മയുടെ എന്താ പറയാ ഉറുമ്പിന്റെ മുട്ട പോലെ സൈസില് കറി വെക്കണമെന്ന് പറഞ്ഞത്. ഇത് 2 രീതിയിൽ വെക്കും. ഇത് നമുക്കൊന്ന് കൂട്ടിയിട്ടിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ നന്നായിരുന്നു. ഇതൊരു ആയിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടി വലിഞ്ഞു വരുമ്പോഴാണ് അതിന്റെ ഒരു ടേസ്റ്റ് വരുന്നത്. ഈ സാധനം തട്ടുകടയിലേക്ക് ഇല്ല വരുന്നെങ്കിൽ വായോ. റിൻഡൻ എപ്പോഴും ക്യാമറയുടെ പിന്നിലാണ് നിൽക്കുന്നത്. പക്ഷെ റിൻഡന്റെ ജീവിതാഭിലാഷം തന്നെ ക്യാമറയുടെ മുന്നിൽ എത്തുക എന്നുള്ളതാണ്. എന്നാ വിളിച്ചിട്ട് വരൂല. ഇതാണ് റിൻഡൻ. റിൻഡനെ കണ്ടിട്ടുണ്ടാവും, ഞാൻ പറഞ്ഞില്ലേ മറ്റേ ക്രിസ്മസിന്റെ ഷോർട്ട് ഫിലിമിലുണ്ടായിരുന്നു. ഗംഭീരനായിട്ടുള്ള ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ്. 100 കണക്കിന് നാടകങ്ങളിൽ അഭിനയിച്ചത് തകർത്തിട്ടുണ്ട്. അത് റിൻഡന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാടകത്തില് മെയിൻ റോളൊക്കെയും ചിലപ്പോ നാടകത്തിന്റെ ഒരു 3-4 ദിവസം മുന്നൊക്കെ പെട്ടെന്ന് പിന്മാറും റിൻഡന്റെ ഭാഗ്യത്തിന്. അപ്പൊ ആ സമയത്തേക്ക് റിൻഡനെയാണ് എല്ലാവർക്കും ഓർമ്മ വരാം. കാരണം അത്ര ദിവസം കൊണ്ട് ആ കഥാപാത്രത്തിനെ അവതരിപ്പിക്കാൻ അതുപോലെ അവതരിപ്പിക്കാൻ ഉള്ളു. നിങ്ങൾ കുറെ എപ്പിസോഡിൽ രണ്ടുമ്പോഴാണ് പറഞ്ഞിട്ടുള്ളതല്ലേ? ഒരു 4.5 കൊല്ലം മുമ്പ് നമ്മുടെ വീഡിയോയില് വന്നിട്ടുണ്ട്. അന്നത്തെ രസത്തില് അയ്യോ നമ്മുടെ പ്രൊമോഷൻ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നില്ലേ രസത്തിൽ നമ്മള് ലാസ്റ്റ് ഇട്ടത്? അതില് റിൻഡനാണ് ഷെയർ ചോദിച്ചിട്ട് തരണത്. അതിന്റെ കാശ് ഇപ്പൊ തന്നെ കിട്ടും. അതന്നെ ഞങ്ങള് അതിന്റെ സൂപ്പർ മാർക്കറ്റ് കണ്ടുകൂട്ടാ. പുള്ളില് പോയിപ്പോ കെട്ടിപ്പൂട്ടി വെച്ചിട്ടുണ്ട്. അല്ല പുള്ളി കൂടെ പോയപ്പോഴേ ഷൂട്ടിങ് കുറച്ച് 2 കതിർപ്പ് വേപ്പില കൂടി ഇളക്കട്ടെ. എനിക്കിതേ വെള്ളം ഇറങ്ങിയപ്പോ അതിന്റെ ഇനി ശനി അത് അടയ്ക്കണ്ട. ഒന്ന് ആയോ നോക്കിയ വിരുദ്ധമായി തുണിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇതിനി മൂടി വെക്കണ്ട, നമുക്ക് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതൊരു ഇതായിട്ടുണ്ട് ചേച്ചി. ഇനി നമുക്ക് ചുമ്മാ ഒരു ഭംഗിക്ക് ഒരു കതിർപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് എന്നിട്ട് ഓഫ് ചെയ്യാം. ഇതൊരു ഇതായിട്ടുണ്ട്, അതായോണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇത് കറക്റ്റ് ഇപ്പൊ ഡ്രൈ ആയിട്ടുണ്ട്. ഡ്രൈ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് കാണാൻ ഭംഗി അത് ആ ലൈറ്റിന്റെയും കൂടി ഉണ്ട്. അത് പിന്നെ ഇതിന് കാണുമ്പോ ഒരു വറുത്ത് വെച്ചേക്കുന്നതാണല്ലോ. അത് കുറച്ചൊരു മുളക് പൊടി അങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് കളർ വരാണെങ്കിൽ ഭംഗി ഉണ്ടായി. അത് കുറച്ച് കഴിയുമ്പോ ഭംഗി അയ്യോ ക്രിസ്റ്റിക്ക് വിഷമമായി. അയ്യോ എനിക്കൊരു വിഷമമില്ല. ഇത് ശരിയാക്കി തരാം, നീ ഇപ്പൊ ശരിയാക്കി തരാം. ഇവര് എന്നെ കളിയാക്കാനൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പറയും. വീട്ടില് പിന്നെ ഫുള്ളി തമാശയുണ്ടോ? റിൻഡന് എന്തൊരു പച്ചപ്പ. ഞാൻ ആദ്യമായിട്ട് റിൻഡൻ ഇങ്ങനെ നിക്കണ് കാണണേ മിണ്ടാണ്ട്. ഇതിപ്പോ ഇവിടെ വന്ന് നിന്നപ്പോ അറിയാവുന്ന മുന്നിലായതുകൊണ്ടായിരിക്കാം. അങ്ങനെ സാധ്യതയില്ലല്ലോ. അല്ല ഇതേ കുറച്ച് സമയം ഇവിടെ വന്ന് നിന്നില്ലേ ഇപ്പൊ നമ്മൾ വിളിച്ചപ്പോ? അപ്പൊ വന്ന് നിന്നപ്പോ ആള് എന്തൊരു പച്ചപ്പാവായിട്ട് നിന്നോടന്ന്. അതെ ആലോചിച്ചിട്ടുണ്ടാവുക ചേച്ചി വേപ്പില്ല. അതെ ആലോചന ഇടട്ടെ ആയിട്ടോ. ഒരെണ്ണം കൂടിട്ടോ. പറഞ്ഞില്ലേ ഞാൻ ഒന്നില്ലെങ്കിൽ ഇടില്ല, അല്ലെങ്കിൽ കുറുപ്പിന് നെഞ്ഞത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് ഓഫ് ചെയ്തുള്ളൂ. ഓഫ് ചെയ്തു കേട്ടാ. ഇത് ഓഫ് ചെയ്തു. അപ്പൊ ഇതിന്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഇതിവിടെ ഇരിക്കട്ടെ, ഒരുമിച്ച് ടേസ്റ്റ് ചെയ്യാം അല്ലേ? അപ്പോഴല്ലേ ഇങ്ങനെ വ്യത്യാസം ഇങ്ങനെ അറിയാം. ഇതും ആയിട്ടുണ്ട്. അത് നന്നായി ഫ്രൈ ആയിരിക്കുന്നത്. ഇത് റോസ്റ്റഡ് ആണ്. രണ്ടും കളർ വ്യത്യാസം. രണ്ടും ഒരേ ചിക്കനിൽ നിന്നും എടുത്തതാണ്. ഇതില് സബോള ഇട്ടു എന്നൊരു തെറ്റ് മാത്രമേ ചെയ്തുള്ളൂ. ഇത് പക്ഷെ ഇങ്ങനെയായി.
ഇതിങ്ങനെ കണ്ടോ, എന്തൊരു സുന്ദരമായ ചിക്കൻ കണ്ടു കഴിഞ്ഞാൽ ഏതാ കഴിക്കാൻ തോന്നുന്നത് നമുക്ക്. ഇതിങ്ങനെ വാരി വാരി തിന്നാൻ തോന്നും. ഞാൻ പറഞ്ഞില്ലേ ടച്ചിങ്സിന് പറ്റിയ സാധനമായിട്ട് ഇതും ഇത് ശരിക്കും ആ കളറ് അതിന്റെ അടുത്ത് ഇരിക്കുമ്പോഴാണ് ഇത് ഇപ്പൊ ഇത്തിരി ചൂടാറിയ അപ്പൊ ഞാനിത് കഴിച്ചു നോക്കി അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട്. അതിന്റെ അടുത്ത് ഇരിക്കുമ്പോ പാവതിനെ കളിയാക്കണ്ടാട്ടോ, അതിന് സങ്കടം. അതന്നെ നമ്മള് ബോഡി ഷെയ്മിങ് ചെയ്യരുത്. കാണാൻ ഭംഗിയിലുണ്ടാവില്ല, ചിലപ്പോ ടേസ്റ്റ് കൂടുതൽ ഇതായിരിക്കും. അല്ല അങ്ങനെ ഞാൻ പറയില്ല, നോക്കിയാ നീ. കുറച്ചുകൂടി പ്രിഫറൻസ് അതിന് തന്നെയാണ്. ഇത് നോക്കിയപ്പോ തൊട്ടാ ഒക്കെ പാകല്ലേ. ആ. പിന്നെ ഇത് നോക്കാം. ഇത് ഞാൻ കഴിച്ചതാട്ടാ. ഇത് പാകാണ്, ഉപ്പും മുളകും ഒക്കെ പാകാണ്. ഇത് ഇതിന്റെ തീ കെടുത്തി ഇനി ഇതൊന്ന് ചൂടാറിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കാം. അപ്പൊ നമ്മള് വീണ്ടും വന്ന് നമ്മള് ടേസ്റ്റ് ചെയ്യാറായപ്പോഴാണ് വന്നത് കേട്ടോ. അതിന്റെ ഉള്ളിലുള്ള സാധനങ്ങളൊന്നും എന്തിട്ടാന്ന് എനിക്കൊന്നും അറിയില്ല, ഞാൻ കണ്ടൂല്ല. ആദ്യം ഇത് തിന്നണമെന്നാണ് കൃഷി പറയുന്നത്. ഇതിന്റെ മറ്റേ കഴുത്തൊക്കെ ഇട്ടിട്ടുണ്ട്. കഴുത്തൊന്നും ഇട്ടിട്ടില്ല, കഴുത്തെടുക്കില്ല, ലിവറും മറ്റേ സാധനം എടുക്കുള്ളൂ. അപ്പൊ നട്ടും ബോൾട്ടിന്റെ പരിപാടി അതില് ബോൺലെസ് ആണ്. മുഴുവൻ നട്ടും ബോൾട്ടല്ല, അത് ഇട്ടിട്ടുണ്ട്. ബാക്കി മുഴുവൻ ചിക്കന്റെ മാംസം മാത്രം. എളുപ്പപ്പണിക്കുള്ള കറി, റോസ്റ്റ്. അതന്നെ 10-15 മിനിറ്റിന്റെ ഉള്ളിലാവും. ഇന്നലത്തെ ചിക്കൻ മറ്റേ ചിക്കൻ റോസ്റ്റ് വെക്കുമ്പോ ക്രിസ്റ്റി പറഞ്ഞില്ലേ 1.5 മണിക്കൂർ വേണം ഇട്ടതാവണെങ്കിൽ. ഇതിന് വെറും 10-15 മിനിറ്റ്. നല്ല രസം. അതെ, നെയ്യുണ്ട്. ഓ ഇത് വെറുതെ ഒരു ഇരിപ്പിന് തിന്നാൻ മുഴുവൻ അത്രയും ടേസ്റ്റ് കേട്ടാ. അതാണ് ഞങ്ങളുടെ തട്ടിക്കൂട്ട്. എന്താ പറയാ, 10 മിനിറ്റിനുള്ളിൽ ഇപ്പം പറയുന്നത് പിഷ്കൽ ചിക്കൻ. പിഷ്കലൊന്നല്ല കേട്ടാ, ഞാൻ പിഷ്കൽ എന്ന് പറഞ്ഞപ്പോ ഞാൻ ടീസ്പൂൺ തരാം. ടീസ്പൂൺ ഉപ്പും എരിവും ഒക്കെ പാകത്തിന്. ആസ് യൂഷ്വൽ സാധനം വന്നിട്ടുണ്ടോ അതോ നല്ല രസമാണ്. ഇനി ഈ സാധനം നോക്കട്ടെ. ഇത് രണ്ടാമത് എടുക്കുക. അത് രണ്ടാമത് എടുത്തത് അത് എന്താ പറയാ ഫ്രൈ ആയതുകൊണ്ടാണ്. അതിന്റെ ഫ്ലേവർ അത് കഴിക്കുമ്പോ ഇതുവരെ കണ്ടല്ലോ ഞങ്ങൾക്ക് വൈകുന്നേരം കഴിക്കാനുള്ളതാണ്. ഞാൻ മാത്രം എടുത്ത് കഴിച്ച് മുഴുവൻ അവസാനിപ്പിക്കണ്ട. അങ്ങനെ സാധാരണഗതിയിൽ വിചാരിക്കാത്ത ആളാണല്ലോ. ഇതും കലക്കാം. ഇത് വെറുതെ ഇങ്ങനെ ഇത് ഈ ഇഞ്ചിരിയും വെളുത്തുള്ളിയുടെ ഒക്കെ പൊടിയുണ്ട് ഇതില്, അതടക്കം കഴിക്കണം. കഴിക്കറ കഴിച്ചുട്ടാ, കഴിച്ചതാണ്. അവരെ കൈകൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്നിട്ട് എടുത്തു പോണ്ട്. എല്ലാം നല്ലത് കേട്ടാ. നിങ്ങളിത് രണ്ടും വെച്ചോക്കാം. ഇത് കഴിച്ചിട്ട് അത് ടേസ്റ്റ് നോക്കരുത്, കാരണം ഇത് ഫ്രൈയും അത് റോസ്റ്റ് ആണ്. അപ്പോൾ രണ്ടിന്റെ ടേസ്റ്റ് ഡിഫറൻസ് ആണ്. അപ്പോൾ 10 മിനിറ്റിനുള്ളിൽ നമുക്ക് ഇത് റെഡി. സാധനം കലക്കനാണ്. കൃഷിയുടെ കൈപ്പുണ്യം നിറഞ്ഞ് ഇതിൽ നിൽക്കുന്നുണ്ട്. നിങ്ങളിത് ഉണ്ടാക്കി വെക്കുക, നിങ്ങളുടെ പിള്ളേർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഇഷ്ടമാവും. ഭയങ്കര സിമ്പിളായിട്ട് വേഗം ഉണ്ടാക്കുകയും ചെയ്യാം. ക്രിസ്റ്റിക്ക് ഇതുപോലെ കുറേ അറിയാട്ടാ, കുറേ ഇങ്ങനെ സംസാരിക്കണം. എൻ്റെ ഇടയിൽ കുറേ റെസിപ്പികൾ എനിക്കിങ്ങനെ പറഞ്ഞു തന്നു. എനിക്ക് ഓർമ്മയില്ല, എല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞിട്ട്. കുക്കറിൽ സ്പീഡിൽ ചിക്കൻ ഇത്രയ്ക്ക് സമയം വേണ്ട, അതിലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയൊക്കെ പറഞ്ഞു. നീ ഇപ്പൊ എന്തായാലും സമയം ഇനി ഇവർ നാളെ രാവിലെ തന്നെ പോവും. പിന്നെ നമുക്കിനി അതുകൊണ്ടാണ് പോകുമ്പോഴത്തേക്കാണ് നമ്മൾ ലേറ്റ് ഒക്കെ ഇട്ടിട്ടായാലും വേഗം പറ്റാവുന്നത് കുറച്ച് റെസിപ്പികൾ ചെയ്യിപ്പിച്ചത് ക്രിസ്റ്റീനെ കൊണ്ട് കേട്ടാ. ഞാൻ പറഞ്ഞില്ലേ, ഇനി ആ ഹോട്ടല് തുടങ്ങാൻ ഇവിടെ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്റ്റീനെ കൈപുണ്യം അനുഭവിച്ചറിയാനായിട്ടുള്ള യോഗ ഉണ്ടാവും. അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കും ഇവർക്ക് എത്ര വേഗം ഒരു നല്ല സ്ഥലമൊക്കെ കിട്ടി ഇവർ തുടങ്ങാനായിട്ട് ഇവരെ ഹോട്ടലിലല്ല, ഒരു ചെറിയൊരു കഫ്റ്റീരിയ പോലെ, തട്ടുകടയല്ല, അപ്പൊ കൃഷിയും പിള്ളേരും എല്ലാരും കൂടി പോവാണ്. അപ്പൊ നമുക്ക് നിർത്താം. പിള്ളേരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടാ. ഇനി ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ പോവാണ്. നമസ്കാരം.